പ്രേസിലുള്ള നേതാവിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എല്ലാവരും സന്തോഷമായി സമാധാനമായി ഇരിക്കുമെന്ന് കർത്താവിൽ വിശ്വസിക്കുന്ന നമ്മുടെ കണ്ണുകളടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ സമയം നിൻ്റേതാണ്. കർത്താവെ, അടി നിൻ്റേതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ നാമ മഹത്വത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ആയിത്തീരുവാൻ ഇടയാക്കണം. കർത്താവെ, ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടുന്ന് വ്യാപരിക്കണമേ. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലായിടത്തും കർത്താവെ, എല്ലാവർക്കും വിടുതൽ അവിടുന്ന് വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തെ കൊടുക്കണം, സന്തോഷത്തെ കൊടുക്കണം. ഓരോരുത്തരും ജീവിതത്തിൽ കടന്നു പോകുന്ന എല്ലാ പ്രതികൂലങ്ങളിലും ഹല്ലേലൂയ സകലത്തെയും വിടുവിക്കുവാൻ മതിയായനായി കർത്താവിൻ്റെ കരം ഓരോ ഭവനങ്ങളിലും വ്യാപരിക്കണമേ. കർത്താവെ, അടിയൻ വചനം പറയുമ്പോൾ നാവിന്മേൽ ഇരിക്കണമേ. ദൈവഹിതമല്ലാത്തൊരു വാക്ക് പറയാൻ ദൈവം സമ്മതിക്കരുത്. സകലവും ദൈവനാമം മഹത്വത്തിനാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലവും യേശുക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടാക്കേക്കണം നല്ല പിതാവേ. ആമേൻ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുമ്പോൾ ക്ഷണികമായ ഹല്ലേലൂയ അനേക കാര്യങ്ങളെപ്പറ്റി വേദപുസ്തകത്തിൽ പറയുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവവചനത്തിൽ പറയുന്ന ക്ഷണികമായ 5 വിഷയങ്ങളെ ദൈവസന്നിധി പറഞ്ഞ് ദൈവസന്നിധി ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം ആയുസ്. ഹല്ലേലൂയ. ക്ഷണികമാണ് നമ്മുടെ ആയുസ്. നാം ദിവസങ്ങളിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ ഹല്ലേലൂയ ആയുസ് വളരെ ക്ഷണികമാണ്. സങ്കീർത്തനം 90-ാം അധ്യായം ഹല്ലേലൂയ 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം ഹല്ലേലൂയ പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. വേദപുസ്തകം പഠിക്കുമ്പോൾ ഹല്ലേലൂയ ആയുസ്സിനെ പറ്റി പറയുന്നു. 70 ഏറെയായാൽ 80 അത് വേഗം തീർന്നു പോകുന്നു. ദൈവമക്കളെ, ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഹല്ലേലൂയ ഓരോ ദിവസവും എത്ര പെട്ടെന്നാണ് തീർന്നു പോകുന്നത്. ഈ മാർച്ച് മാസം 1-ാം തീയതി ആയത് നമുക്കറിയാം. ഇന്നത് ഹല്ലേലൂയ സ്തോത്രം 11-ാം തീയതി ആയി. സ്തോത്രം. സമയം പോകുന്നത് നമ്മൾ അറിയുന്നില്ല. മനുഷ്യരെല്ലാം ബിസിയായി പോകുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പോയ സമയം നമ്മൾ ഓർക്കുന്നു. ഇന്ന് നമുക്ക് പ്രായമായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സമയം പെട്ടെന്ന് ഇത് പറന്നു പോവുകയാണ്. എത്ര നാൾ ലോകത്ത് നാം ജീവിക്കുമെന്ന് നമുക്കറിയത്തില്ല. ആർക്കും പറയാൻ പറ്റത്തില്ല ഞാൻ 70 80 ജീവിക്കുമെന്ന്. അതൊക്കെ ഒരു ഗ്രേസ് പീരീഡാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഹല്ലേലൂയ സ്തോത്രം ക്ഷണികമായ ഒരു കാര്യമാണ് ആയുസ്. ഒരു മനുഷ്യനും പറയാൻ പറ്റത്തില്ല ഞാൻ എത്ര നാൾ ജീവിച്ച് എന്നതൊക്കെ ചെയ്യുമെന്ന്. എല്ലാവരും വളരെ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുകയും ഓടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ നമ്മുടെ ആയുസ് ക്ഷണികമാണ്. അത് എപ്പോൾ വേണമെങ്കിലും നമ്മളിൽ നിന്ന് വിട്ടുപോകാം. ഹല്ലേലൂയ. നാം ജീവനോട് ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഭൂമിയുടെ ഹല്ലേലൂയ ഉപ്പായി, ഹല്ലേലൂയ ഭൂമിയുടെ ഹല്ലേലൂയ വെളിച്ചമായി, അനേകർക്ക് ആശ്വാസമായി കർത്താവായ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് കാണിച്ചു കൊടുത്ത് അവർ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നാം അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഭാരപ്പെടേണ്ട ഓടേണ്ട ആവശ്യമില്ല. നമ്മുടെ ഓരോ വിഷയങ്ങളും ദൈവഹിതത്തിനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവം നടത്തി തരും. എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുക, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാൻ പറ്റുമെങ്കിൽ അത്രയും സമയം ദൈവസന്നിധിയിൽ ഇരിക്കുക. ആരാധന മുടക്കാതിരിക്കാൻ നോക്കുക. വേദപുസ്തകം വായിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം തന്നിരിക്കുന്ന കുടുംബത്തോടൊത്ത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും ഇടയാക്കട്ടെ. അല്ലെ ക്ഷണികമായി ഹല്ലേലൂയ ഹല്ലേലൂയ വേദപുസ്തക അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ആയുസ്സാകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന ആയുസ് ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവേ ഇന്നൊരു ദിവസം കൂടി എനിക്ക് തന്നതിനായി നന്ദി. കിടക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയണം. പൽക്കാലം എനിക്ക് ജീവനോട് ഇരിക്കുവാൻ ദൈവമേ നീ എനിക്ക് തന്ന നല്ല അവസരത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. രണ്ടാമത്തെ കാര്യം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ബലം. ഹല്ലേലൂയ. ബലം എന്ന് പറയുന്നത് ക്ഷണികമാണ്. അത് അന്ത്യം വരെ നിൽക്കുന്നില്ല. ഹല്ലേലൂയ. യൗവനത്തിലുള്ള ബലം ഒരു വാർദ്ധക്യത്തിലുള്ള ഒരു മനുഷ്യനില്ല. ഹല്ലേലൂയ. ഒരു കുഞ്ഞിന് ബലവും അല്ലെങ്കിൽ യൗവനത്തിലുള്ള ഒരാളുടെ ബലവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനം 35-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു: ദുഷ്ടൻ പ്രബലനായിരിക്കും, സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ അവനെ കണ്ടില്ല. ഹല്ലേലൂയ. ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടതുമില്ല. സ്തോത്രം. നമുക്കറിയാം ഇപ്പോൾ ഞാൻ UK ഉള്ളത്. സ്തോത്രം. നമ്മുടെ നാട്ടിലുള്ളൊരു വാഴയെ കൊണ്ടുവന്ന് നമ്മൾ UK വെച്ചാൽ വാഴ നാട്ടിൽ വളരുന്ന പോലെ ഇവിടെ വളരത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെയാണ്. അത് ഹല്ലേലൂയ
മഞ്ഞത്ത് ഹല്ലേലൂയ തണുപ്പുള്ള സമയത്ത് അത് വാടി വഴന്ന് ഇങ്ങനെ ഇരിക്കും. നാട്ടിലെ പോലൊരു നല്ല ഹല്ലേലൂയ ഫലം അതിന് പുറപ്പെടുപ്പിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ അതുകൊണ്ടാണ് അതിനെ നട്ടിരിക്കുന്ന സ്വദേശികമായ പച്ചവൃക്ഷം പോലെ ഹല്ലേലൂയ സ്തോത്രം ബലമായി ഹല്ലേലൂയ സ്തോത്രം ബലത്തെ കാണുന്നു. എന്നാൽ പിന്നെ നോക്കുമ്പോൾ അതിനെ കാണാനില്ല. നമുക്കറിയാം നമ്മുടെ കൂടെ ജനിച്ച് വളർന്നവരെ നമ്മൾ ഹല്ലേലൂയ നമ്മൾ ചെറുപ്പമായിരുന്നപ്പോൾ വളരെ ആരോഗ്യത്തോടിരുന്ന് പലരെയും നമുക്ക് അറിയാം. ഹല്ലേലൂയ ഇന്ന് അവരെയൊക്കെ നോക്കിയാൽ അവരാരും ബലത്തിലില്ല, അവരൊക്കെ ക്ഷീണിച്ചു പോയി. ഹല്ലേലൂയ അപ്പോൾ ബലം നമ്മളിൽ ഉള്ളപ്പോൾ ഹല്ലേലൂയ നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത്. ഈ ബലം അന്ത്യം വരെ നിലനിൽക്കുമോ? ഇതൊന്നും നിൽക്കുന്നതല്ല സ്തോത്രം. ഇതൊന്നും ഹല്ലേലൂയ സ്തോത്രം ദീർഘമായി നിൽക്കത്തില്ല. ഇത് ക്ഷണികമാണ്. അത് ബലം നമ്മളിലുള്ളപ്പോൾ നാം ദൈവത്തിൽ സന്തോഷിക്കണം. ആ ബലത്തോടെ ദൈവത്തെ ആരാധിക്കണം. ഞാൻ നിന്നിലുള്ള ബലത്തോടെ ഹല്ലേലൂയ ദൈവത്തെ ആരാധിപ്പം പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, അല്ലെങ്കിൽ പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സത്യത്തിൽ ആത്മാവിൽ ആരാധിപ്പാൻ ദൈവം നമ്മളെ എല്ലാവരെയും ഇടയാക്കട്ടെ. അപ്പം ബലമുള്ളപ്പോൾ അതിൽ അഹങ്കരിക്കാതെ ആ ബലം കൊണ്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിൽപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. മൂന്നാമത് പറഞ്ഞിരിക്കുന്ന ക്ഷണികമായ കാര്യം എന്ന് പറയുന്നത് സൗന്ദര്യമാണ്. 1 പത്രോസ് 1-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സകല ജഡവും പൂ പോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പൂവിൻ്റെ പൂ പോലെയും ആകുന്നു. പുല്ലുവാടി പൂ ഉതിർന്നു പോയി. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ സൗന്ദര്യത്തെ ഹല്ലേലൂയ ഒരു പുല്ലിനെ പോലെയാണ് അവിടെ ഉപമിച്ചിരിക്കുന്നത്. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം UK-യിൽ ഹല്ലേലൂയ ചെടികൾ ഹല്ലേലൂയ 6 മാസം നല്ലതായി വളരും, നല്ല ഹല്ലേലൂയ സ്തോത്രം പൂക്കൾ ഉണ്ടാകും. എന്നാൽ പിന്നെ അതിലെ പോകുമ്പോൾ ഹല്ലേലൂയ വിൻ്ററിൽ നോക്കിയാൽ ആ ചെടിയിൽ ഒരു പൂ ഉണ്ടായെന്ന് പോലും നമുക്കറിയത്തില്ല. അത് വാടി വഴന്ന് ഉണങ്ങി നിൽക്കുന്ന അനുഭവം നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെയാണ് മനുഷ്യൻ്റെ സൗന്ദര്യവും. ഹല്ലേലൂയ നല്ല ആരോഗ്യമുള്ളപ്പോൾ ഹല്ലേലൂയ നമ്മുടെ യൗവനത്തിൽ ഹല്ലേലൂയ നമ്മൾ വിചാരിക്കും നമ്മളാണ് ഏറ്റവും സുന്ദരനും ഈ ലോകത്തിലെന്ന്. എന്നാൽ വാർദ്ധക്യമാകുമ്പോൾ നമ്മുടെ തൊലികളൊക്കെ ചുക്കിത്തുടങ്ങും, നമ്മുടെ ആരോഗ്യം ക്ഷയിക്കും. ഹല്ലേലൂയ ഇന്നത്തെ കാലത്ത് പല സൗന്ദര്യ വർധനവുകളും നമ്മുടെ ഹല്ലേലൂയ സൗന്ദര്യത്തെ നിലനിർത്തുവാനുണ്ടാകും. എന്നാൽ അതിൻ്റെതായ സൈഡ് എഫക്റ്റുകളും ഹല്ലേലൂയ പിന്നീട് അനുഭവിക്കേണ്ടി വന്നേക്കാം. എന്നാൽ സ്തോത്രം ഒരു കാര്യം മനസ്സിലാക്കണം, ഹല്ലേലൂയ ഒന്നും ഹല്ലേലൂയ പെർമനൻ്റായി നിലനിർത്താൻ കഴിയുകയില്ല. സ്തോത്രം. നമ്മുടെ സൗന്ദര്യം അത് ക്ഷണികമാണ്. അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന സൗന്ദര്യത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, സ്വർഗീയ സൗന്ദര്യം കാണുവാൻ, നമ്മുടെ അകത്തെ കണ്ണ് തുറന്നു വരാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 4-ാമത്തെ കാര്യം സ്തോത്രം ഉല്ലാസം. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുക, എന്നിട്ട് ഹല്ലേലൂയ എന്നോട് തന്നെ നിനക്ക് ഏറിയ ഹല്ലേലൂയ സ്തോത്രം നാളുകൾക്കായി മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. സ്തോത്രം. ധനവാനായ ഒരു മനുഷ്യൻ്റെ കാര്യമാണ്. അവൻ ഹല്ലേലൂയ സ്തോത്രം ധനമൊക്കെയും കൂട്ടിവെച്ചു. എന്നിട്ട് തന്നെത്താനോട് തന്നെ പറയുകയാണ്, സ്തോത്രം നിനക്ക് കുറേ നാളത്തേന് ഹല്ലേലൂയ ഇനി കഷ്ടപ്പെടുകയൊന്നും വേണ്ട, ഇഷ്ടം പോലെ ധനം ഉണ്ടല്ലോ, ഇനി നീ എന്തോ ചെയ്യുക, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആർക്കുക എന്ന് പറയും. എന്നാൽ ഹല്ലേലൂയ ദൈവം അവനോട് അന്നത്തെ ദിവസം അവൻ്റെ പ്രാണനെ ചോദിച്ചാൽ അവൻ്റെ ഉല്ലാസം നിന്നുപോയി. ഹല്ലേലൂയ നമ്മുടെ ഉല്ലാസം ക്ഷണികമാണ്. സ്തോത്രം. അത് ഏത് ഉല്ലാസത്തിൽ ഏർപ്പെട്ടാലും ആ സമയത്തേക്കുള്ള ഉല്ലാസം മാത്രമേ ഹല്ലേലൂയ സന്തോഷം മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് വേഗം തീർന്നു പോകും. അത് നിത്യമായി നിലനിൽക്കുന്നതല്ല. അതുകൊണ്ട് സ്തോത്ര ജീവിതത്തിൽ സന്തോഷം സമാധാനം ഉള്ളപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൽ ഉല്ലസിക്കുവാൻ, ദൈവത്തിൽ ആനന്ദിക്കുവാൻ ദൈവമക്കളെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. 5-ാമതായി പറയുന്ന കാര്യം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. 5-ാമതായി പറയുന്ന കാര്യം സ്തോത്രം ജ്ഞാനം. 1 കൊരിന്ത്യർ ഹല്ലേലൂയ 1 കൊരിന്ത്യർ 13 ഹല്ലേലൂയ ചാപ്റ്റർ 13:8 പറയുകയാണ്, സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുന്നില്ല. പ്രവചനവരമോ അത് നീങ്ങിപ്പോകും, ഭാഷാവരമോ അത് നിന്നുപോകും, അല്ലെ ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. ഹല്ലേലൂയ. നമുക്കൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കും നമ്മൾ അല്ലെങ്കിൽ ജ്ഞാനിയാണ്, എനിക്ക് എല്ലാത്തിനെ പറ്റി എല്ലാം അറിയാം. ഹല്ലേലൂയ. എന്നാൽ നമുക്കൊന്നും അറിയത്തില്ല ദൈവമക്കളെ. ഈ ജ്ഞാനം മാറിപ്പോകും. എന്നാൽ സ്വർഗീയ ജ്ഞാനം ഹല്ലേലൂയ കർത്താവിനെക്കുറിച്ചുള്ള വലിയ ജ്ഞാനം പ്രാപിച്ചെടുക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നിത്യമായി നിലനിൽക്കുന്നത് ഒന്നുള്ളൂ, അത് കർത്താവിനോടുള്ള സ്നേഹമാണ്. ആ നിത്യതയാണ്. സ്തോത്രം. ഞാൻ മരിച്ചാലും ഞാൻ ഉയർത്തെഴുന്നേക്കും. ഹല്ലേലൂയ. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുള്ള ദൈവവേദലേ ഹല്ലേലൂയ നിനക്കൊക്കെ ലഭിക്കാൻ പോകുന്ന നിത്യജീവൻ അത് ഹല്ലേലൂയ സ്തോത്രം ക്ഷണികമല്ല, അത് നിലനിൽക്കുന്നതാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹല്ലേലൂയ ക്ഷണികമായതിനെ കുറിച്ച് ഹല്ലേലൂയ ആലോചിച്ചും അതിനുവേണ്ടി ഓടുന്നവരാണെങ്കിൽ ദൈവമക്കളെ അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ക്ഷണികമല്ലാത്ത ഒന്നുണ്ട്, ആ നിത്യജീവൻ ഹാലിൽ പ്രാപിപ്പാൻ ദൈവസന്നിധിയിൽ
ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിനോട് പറഞ്ഞാട്ട്, കർത്താവേ, ഞാൻ ഭാവിയായ ഒരു വ്യക്തിയാകുന്നു, എൻ്റെ ജീവിതത്തിൽ കുറവശങ്ങളുണ്ട്, എന്നോട് നീ ക്ഷമിക്കണമേ, നിന്റെ രക്തത്താൽ എന്നെ കഴുകി വെടുപ്പാക്കണമേ, നിന്റെ പൈതലാക്കി എന്നെ തീർക്കണമേ. ഹാലലിയ. എൻ്റെ ജീവിതത്തിൽ എല്ലാത്തിനും കർത്തൃത്വം നടത്തുന്നത് കർത്താവേ നീ ആയിരിക്കണമെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അത് വായിക്കൊണ്ട് ഏറ്റുകയും പറയുക. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ വചനം വായിക്കുക, കർത്താവിനോട് ചേർന്ന് നടക്കുക. ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞിട്ടുള്ള കൽപ്പനകളെ അനുസരിക്കുക. അങ്ങനെ ഹല്ലേലൂയ നിത്യജീവനെ പ്രാപിക്കുമ്പോൾ അത് ക്ഷണികമല്ല, മറിച്ച് അത് നിലനിൽക്കുന്നതാണ്. ഹല്ലേലൂയ, ആ നിത്യതയ്ക്ക് വേണ്ടി, ആ നിലനിൽക്കുന്നതിന് വേണ്ടി ഓടുവാൻ, അതിനുവേണ്ടി പ്രയത്നിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരും ഇടയാക്കട്ടെ. സ്തോത്രം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കും. കർത്താവേ, ദൈവവചനത്തെ കേട്ടതുപോലെ കർത്താവ് ക്ഷണികമായതിന് പുറകെ ഓടി ഞങ്ങളുടെ ജീവിതം, ഹല്ലേലൂയ, ഞങ്ങളുടെ സമയം വ്യർത്ഥമാക്കി കളയാതെ നിത്യതയുള്ള സ്ഥിരമായി നിലനിൽക്കുന്ന ആ നിത്യജീവന് വേണ്ടി കർത്താവിനോടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ, കർത്താവിനോടുള്ള സ്നേഹത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകണമേ. ഈ ദിവസങ്ങളിൽ ആത്മീയമായ മുന്നേറ്റം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഒന്നിനെക്കുറിച്ചും ദുഃഖിക്കാതെ കർത്താവിൻ്റെ നാമത്തിൽ സന്തോഷിക്കുവാൻ തക്കവണ്ണം എല്ലാവരെയും നീ ഇടയാക്കുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കടന്നു ചെയ്യുന്ന എല്ലായിടത്തും ദൈവത്തിൻ്റെ ഹല്ലേലൂയ ദൈവികമായ സ്പർശനമുണ്ടായി വിടുതൽ അനുഭവിക്കാൻ, കടന്നു പോകുന്ന ഭാരങ്ങളിൽ ഹല്ലേലൂയ രോഗങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം വിടുതൽ പ്രാപിച്ച് ദൈവത്തെ സത്യത്തിൽ ആത്മാവിലും ആരാധിപ്പാൻ എല്ലാവരെയും ഇടയാക്കണം. നിത്യതയ്ക്ക് വേണ്ടി ജനത്തെ ഒരുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.